ഹലോ, എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ന്യൂസ് പേപ്പർ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളൂ. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. 2 കിൽഡാസ് BJP RJD വർക്കേഴ്സ് ക്ലാസ് ഡേ ആഫ്റ്റർ പോളിംഗ്. ബീഹാർ പോളിംഗ്. ബീഹാറിൽ ആണ് RJD എന്ന് പറയുന്ന പാർട്ടി ഉള്ളത്. ബീഹാറിൽ മാത്രമേ ഉള്ള അവര് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചെറിയ കേരളത്തിലുണ്ട്. RJD എന്ന് പറയുന്ന രാഷ്ട്രീയ ജനതാദൾ ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യന്റെ പാർട്ടിയാണ് RJD. അപ്പൊ അവിടെ ബീഹാറിൽ ഇപ്പൊ ഇനിയും ഇലക്ഷൻ ഉണ്ട്. അപ്പൊ ബീഹാറിലെ കഴിഞ്ഞ ഫേസിൽ ഇലക്ഷനിൽ ക്ലാഷസ് നടന്നു എന്നുള്ളൊരു ന്യൂസാണ്. പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇഫ് അറസ്റ്റ് ക്യാൻ ബി കോൾഡ് ഇൻവാലിഡ് ആഫ്റ്റർ കോഗ്നിസൻസ് ഓഫ് കേസ് എന്ന ഒരു ന്യൂസ്. അത് ഹേമന്ത് സോറൻ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് എഡിറ്റോറിയലിൽ ഉൾപ്പെടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനും രണ്ട് പാർട്ടികളുടെ ലീഡേഴ്സ് ആണ്. രണ്ടുപേരും ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു. കേജ്രിവാൾ ഇപ്പോഴും ചീഫ് മിനിസ്റ്റർ ആണ്. അപ്പം ഒരാൾക്ക് മാത്രം ഇലക്ഷനിൽ ക്യാമ്പയിനിങ് നടത്താൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. ഹേമന്ത് സോറൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. അപ്പൊ ഇതില് ഇന്നലെ സുപ്രീം കോടതി ഹേമന്ത് സോറന്റെ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട കേസ് കേൾക്കുമ്പോൾ കോടതി പറഞ്ഞത് ഓൾറെഡി അവിടുത്തെ ലോക്കൽ കോർട്ട് ഹേമന്ത് സോറൻ ഇത് ബ്ലാക്ക് മണി കേസാണ്, ഒരു മണി ലോണ്ടറിങ് കേസാണ്. മണി ലോണ്ടറിങ് നടത്താനുള്ള എവിഡൻസസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കോടതി പ്രഥമ ദൃഷ്ടിയ കേസ് ഉള്ളതായിട്ട് കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ അറസ്റ്റ് ഇൻവാലിഡേറ്റ് ചെയ്യാൻ പറ്റൂല എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അത് നമ്മൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വലിയ ആവശ്യമുള്ള കേസൊന്നും അല്ല, ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ. പിന്നെ താഴോട്ട് വരുമ്പോൾ ബ്രിജ്ഭൂഷൺ മിസ്യൂസ്ഡ് പൊസിഷൻ ആസ് WFI ചീഫ് ടു എക്സെർട്ട് കൺട്രോൾ ഓവർ വിക്ടിംസ് കോർട്ട് എന്നൊരു ന്യൂസ് ഉണ്ട്. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇന്ത്യയിലെ വിവാദ പുരുഷനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ WFIയുടെ ചീഫ് ആയിരുന്നു. ഇതിൽ അറിയേണ്ട നമ്മുടെ WFI എന്താണെന്നാണ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. WFI റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഒളിമ്പിക്സിലൊക്കെ മെഡൽസ് നമുക്ക് നേടിത്തന്ന പ്രധാനപ്പെട്ട ഇനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യക്ക് ആദ്യം മെഡൽ കിട്ടുന്ന ഒരു ഇനമാണ് റെസ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റെസ്ലിംഗ് എന്ന് പറയുന്ന സംഗതി ഈ അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ലൈംഗികമായിട്ടൊക്കെ പല ആൾക്കാരെയും മിസ്യൂസ് ചെയ്തു. പല റെസ്ലിംഗ് താരങ്ങൾ എന്നൊക്കെ പറഞ്ഞാണല്ലോ ഈ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും സാക്ഷി മാലിക്കും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ. അപ്പൊ അതിന്റെ പേരിൽ അയാൾക്ക് അതിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടിയൊക്കെ വന്നു. BJPയുടെ ലീഡറാണ് പുള്ളി. അപ്പൊ എന്തായാലും പുള്ളിക്ക് ഇതിനുള്ള ചാർജസ് കോർട്ട് ഉണ്ടാക്കി എന്നൊരു ന്യൂസാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ PM's പുരി ടെമ്പിൾ കീ റിമാർക്ക് ഡ്രൈവ്സ് വെഡ്ജ് ബിറ്റ്വീൻ സ്റ്റേറ്റ്. സ്റ്റാലിൻ ആയിരുന്ന എല്ലാവർക്കും അറിയാം, തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. PMന്റെ പുരി ടെമ്പിൾ കീ റിമാർക്ക് അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഒഡീഷയിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു ആരാധനാ കേന്ദ്രമാണ് പുരി ജഗന്നാഥ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഒഡീഷക്കാരന്റെ വികാരം കൂടിയാണ്. കേരളക്കാർക്ക് തൃശ്ശൂരിൽ തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രം, നമ്മളുടെ തൃശ്ശൂർ പൂരവും ഒക്കെ അവിടെ ആണല്ലോ നടക്കുന്നത്. അപ്പം ആ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ കണക്കാണ് ഒഡീഷക്കാർക്ക് പുരി ജഗന്നാഥ് ടെമ്പിൾ. അതിന്റെ അവിടുത്തെ ഈ പുരി ജഗന്നാഥ് ടെമ്പിളിലെ രത്നങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഭണ്ഡാരത്തിന്റെ കീ കാണാനല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം അത് ആയിട്ട് ബന്ധപ്പെട്ട് മോഡി എന്തോ റിമാർക്ക് നടത്തി. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിൽ വേറെ ഒന്നും പറയാനില്ല. സ്റ്റാലിൻ അതുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാടിനെ അതിലെന്തോ കണക്ട് ചെയ്ത് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നീട് എന്താണ്, പിന്നെ ഇവിടെ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ രാജസ്ഥാൻ CM ക്യാമ്പയിൻസ് ഇൻ സെവറൽ സ്റ്റേറ്റ്സ് ഫോർ BJP ഡ്രോസ് ഫ്ലാഗ് ഫ്രം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് കാണാം. രാജസ്ഥാന്റെ CM അറിഞ്ഞിടാത്തവർ എഴുതി വെച്ചേക്കുക ഭജൻലാൽ ശർമ്മയാണ്. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ഭജൻലാൽ ശർമ്മ. ഈ ഇടയ്ക്ക് ഇലക്ഷൻ നടന്ന 4-5 സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അതിലൊരു സ്റ്റേറ്റ് രാജസ്ഥാനാണ്. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ഭജൻലാൽ ശർമ്മയാണ്. അന്നാണ് ഛത്തീസ്ഗഡിൽ ഇലക്ഷൻ നടന്നത്. ഛത്തീസ്ഗഡിലെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് വിഷ്ണു ദിയോ സായി ആണ്. വിഷ്ണു ദിയോ സായി ആണ് ഛത്തീസ്ഗഡിലെ ചീഫ് മിനിസ്റ്റർ. അതിന്റെ കൂടെ ഇലക്ഷനാണ് ഈ രണ്ട് സ്റ്റേറ്റിൽ ഒരുമിച്ച് ഇലക്ഷൻ നടന്നത്. അതുപോലെ അന്ന് ഇലക്ഷൻ നടന്ന വേറെ സ്റ്റേറ്റ് ഉണ്ട് മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ മോഹൻ യാദവ് ആണ്. ഇതൊക്കെ റീസെന്റ് ഇലക്ടഡ് ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് ഓർക്കാൻ വേണ്ടി ഇവരൊക്കെ പേര് പറഞ്ഞേ ഉള്ളൂ. ഭജൻലാൽ ശർമ്മയുടെ പേര് ഇവിടെ വന്നു, രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഇലക്ടഡ് ആയിട്ടുള്ള രണ്ട്. അതുപോലെ അന്നാണ് തെലങ്കാനയുടെ ഇലക്ഷൻ നടന്നത്. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ നിങ്ങൾക്ക് അറിയാം, രേവന്ത് റെഡ്ഡിയാണ്. ഇതിൽ കോൺഗ്രസിന്റെ ഒരേ ഒരു അന്ന് നടന്ന ഇലക്ഷനിൽ കോൺഗ്രസ് വിൻ ചെയ്ത ഒരേ ഒരു സ്റ്റേറ്റ് ആണ് തെലങ്കാന. ബാക്കി 3 BJP ആണ് വിൻ ചെയ്തത്. ഭജൻലാൽ ശർമ്മ, വിഷ്ണു ദിയോ സായി, മോഹൻ യാദവ് 3 പേരും BJP ചീഫ് മിനിസ്റ്റേഴ്സ് ആണ്. നവീൻ ഷുഡ് റിട്ടയർ ഡ്യൂ ടു ഹിസ് ഓൾഡ് ഏജ് സെയ്സ് ഷാ. അത് നവീൻ പട്നായിക്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. നവീൻ പട്നായിക് ഒഡീഷ 25 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റേഴ്സിൽ ഒരാളാണ്. ലോങ്സ്റ്റ് സെർവിംഗ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അല്ല, സിക്കിമിന്റെ പവൻ കുമാർ ചാംലിംഗ് ആണ്. അദ്ദേഹം ഇപ്പം സിക്കിമിന്റെ ചീഫ് മിനിസ്റ്റർ അല്ല. കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം തോറ്റുപോയി. പവൻ കുമാർ ചാംലിംഗ് ഇന്ത്യയുടെ ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ. ആ റെക്കോർഡ് ഇപ്രാവശ്യം
നവീൻ പട്നായിക് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാവും. പവൻകുമാർ ചാംലിംഗ്, സിക്കിമിന്റെ പഴയ ചീഫ്, സിക്കിമിന്റെ ചാംലിംഗ് എന്നാണ് ഇവിടെ, പവൻകുമാർ ചാംലിംഗ്, അദ്ദേഹമാണ് സിക്കിമിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അപ്പൊ ഇപ്പൊ നവീൻ പട്നായിക് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പോയാണ്. അപ്പൊ നവീൻ പട്നായിക്കിന് ഒരുപാട് ഏജ് ആയി, അതുകൊണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്യണമെന്ന് അമിത്ഷാ പറയാണ്. അങ്ങനെയാണെങ്കിൽ അത് സെയിം തിങ് ആപ്ലിക്കബിൾ ടു നരേന്ദ്രമോദിയാണ്. BJP-യിൽ 75 വയസ്സ് കഴിഞ്ഞവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കൂല എന്ന് പറഞ്ഞ മുരളി മനോഹർ ജോഷിയും അദ്വാനിയൊക്കെ ഒതുക്കിയ ആളാണ് മോഡിക്ക് ഇപ്പൊ 74 വയസ്സായി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കട്ട് ഓഫ് സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അവിടെ ടിസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ടിസ് എന്താണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ടിസ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുക. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ടിസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ഇൻ മുംബൈ. ഓക്കെ, പിന്നെ ആ പേജില് വേറൊന്നും പറയാനില്ല. സിദ്ധരാമയ്യയുടെ ഒരു ഫോട്ടോ കാണാം. സിദ്ധരാമയ്യ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. സൗത്ത് ഇന്ത്യയിലെ 2 സ്റ്റേറ്റുകൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഒരു പക്ഷേ അടുത്ത ഇലക്ഷനിൽ കേരളം അവർക്ക് വിജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ 3 സ്റ്റേറ്റുകൾ ഭരിക്കുന്ന കോൺഗ്രസ് ആവും. തെലങ്കാന ഭരിക്കുന്ന കോൺഗ്രസ് ആണ്, കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ നിലവിൽ. നോർത്ത് ഇന്ത്യയിൽ പക്ഷേ ഒറ്റ സ്റ്റേറ്റേ കോൺഗ്രസ് ഭരിക്കുന്നുള്ളത് ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശ് മാത്രമേ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റൊരു ഇന്ത്യൻ സ്റ്റേറ്റ് ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഇവിടെ വേറൊന്നും പറയാനില്ല, വേറൊന്നുമില്ല. ഈ പേജ് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഇവിടെ നമുക്ക് എഡിറ്റോറിയൽസ് എല്ലാ ദിവസത്തെയും പോലെയുണ്ട്. ഓരോരോ എഡിറ്റോറിയൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എഡിറ്റോറിയൽ വോട്ട് ഫോർ എ ചേഞ്ച് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലാണ്. വോട്ട് ഫോർ എ ചേഞ്ച് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ജമ്മു ആൻഡ് കാശ്മീരിലെ ഇലക്ഷനിൽ കാശ്മീരികൾ ഇപ്പോ ഓവർവെൽമിംഗ് ആയിട്ട് വോട്ട് ചെയ്യാൻ പുറത്തേക്ക് വരുന്നതിനെ കുറിച്ചാണ്. ശ്രീനഗറും എനിക്ക് തോന്നുന്നു ബരാമുള്ളയും, ഈ 2 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് അവിടെ ഇലക്ഷൻ കഴിഞ്ഞത്. ഇനിയിപ്പോ 2 കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടെ ഉണ്ട് കാശ്മീരിൽ. ജമ്മുവിൽ ഓൾറെഡി കഴിഞ്ഞു തോന്നുന്നു. കാശ്മീരിൽ മൊത്തം 4 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് അങ്ങനെ ഉള്ളത്. അപ്പൊ ഇനിയിപ്പോ 2 കൂടെ ഉണ്ട്, അത് വരാൻ പോകുന്നേ ഉള്ളൂ. നടന്ന 2 കോൺസ്റ്റിറ്റ്യുവൻസീസ് ശ്രീനഗറും ബരാമുള്ളയും, ഇവിടെ 2 ഈ നാഷണൽ ആവറേജ് നോക്കുകയാണെങ്കിൽ കുറവാണ്. നാഷണൽ ആവറേജ് എന്ന് പറഞ്ഞാൽ 60% കൂടുതലുണ്ട് ഇതുവരെയുള്ള 5 ഫേസസ് ഓഫ് ഇലക്ഷൻ കഴിയുമ്പോഴും ഇന്ത്യയിലെ മൊത്തം ആവറേജ്. പക്ഷെ കാശ്മീരിൽ ഇപ്പൊ ബരാമുള്ളയിൽ 59% രേഖപ്പെടുത്തി, ശ്രീനഗറിൽ 40% രേഖപ്പെടുത്തി. അത് നാഷണൽ ആവറേജിനെക്കാളും കുറവാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാശ്മീരിൽ എപ്പോഴും 25% താഴെ, 10%, 15% ഒക്കെ ഇലക്ഷൻ വോട്ടിംഗ് പെർസെന്റേജ് രേഖപ്പെടുത്തിയ സമയങ്ങളുണ്ട്. അപ്പം ഈ കാശ്മീരികൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ വോട്ടിംഗ് പ്രോസസ്സിൽ, ഇലക്ഷൻ പ്രോസസ്സിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററായ അമിത്ഷാ പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് എ വാലിഡേഷൻ ഓഫ് സ്ക്രാപ്പിംഗ് ഓഫ് ആർട്ടിക്കിൾ 370 ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ. അത് അവിടുത്തെ കാശ്മീരികൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അതിന്റെ ഒരു വാലിഡേഷൻ ആണ് ഇതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഹിന്ദു പറയുന്ന അങ്ങനെയല്ല. കാശ്മീരിൽ അവരുടെ സ്റ്റേറ്റ്ഹുഡ് എടുത്ത് മാറ്റി. ജമ്മു ആൻഡ് കാശ്മീർ ഒരു സ്റ്റേറ്റ് ആയിരുന്നു, ഇപ്പൊ സ്റ്റേറ്റ് അല്ല. പക്ഷെ സ്റ്റേറ്റ്ഹുഡ് ഉടനെ അവർക്ക് കിട്ടും. അടുത്ത 1-2 വർഷത്തിനകം സ്റ്റേറ്റ്ഹുഡ് അവർക്ക് ഷുവർ ആയിട്ട് കിട്ടും. അത് ഗവൺമെന്റ് പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്. 1 വർഷത്തിനകം തന്നെ കിട്ടാനാണ് ചാൻസ്. അപ്പൊ ഈ സ്റ്റേറ്റ്ഹുഡ് എടുത്ത് കളഞ്ഞു. ഇപ്പൊ യൂണിയൻ ടെറിട്ടറി ആണ്. ജമ്മു ആൻഡ് കാശ്മീർ ഇസ് എ യൂണിയൻ ടെറിട്ടറി ആൻഡ് ഓൾസോ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റ് വാസ് ബൈഫർക്കേറ്റഡ് ഇൻടു 2 യൂണിയൻ ടെറിട്ടറീസ്. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. യൂണിയൻ ടെറിട്ടറീസ് ആക്കിയെന്ന് മാത്രമല്ല, അത് ഒരു സിംഗിൾ യൂണിയൻ ടെറിട്ടറി അല്ല, 2 യൂണിയൻ ടെറിട്ടറി ആക്കിയില്ല. ഡാക്ക് എന്നൊരു യൂണിയൻ ടെറിട്ടറിയും ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞ യൂണിയൻ ടെറിട്ടറിയും. അതിനുശേഷം അവിടെ ഇലക്ഷൻ ഒന്നും നടന്നിട്ടില്ല. ആകെപ്പാടെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു, ലോക്കൽ ബോഡി ഇലക്ഷൻ. അതല്ലാതെ അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നടന്നിട്ടില്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ വിൽ ബി കണ്ടക്ടഡ് ദിസ് ഇയർ ബൈ സെപ്റ്റംബർ, ഒക്ടോബർ. ഐ തിങ്ക് മാക്സിമം ബൈ നവംബർ. ഓൾറെഡി സുപ്രീം കോർട്ട് ഹാസ് ഡയറക്ടഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു കണ്ടക്ട് ഇലക്ഷൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ബൈ ദിസ് ഇയർ. സെപ്റ്റംബർ ആണെന്ന് എൻ്റെ ഓർമ്മ. സുപ്രീം കോടതിയുടെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഈ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ജനറൽ ഇലക്ഷൻ കഴിഞ്ഞാൽ കാശ്മീർ ഇലക്ഷൻ ഉടനെ നടക്കും. അപ്പൊ എന്തായാലും ഇലക്ഷൻ പിന്നെ നടന്നിട്ടില്ല. അപ്പൊ അവിടെ നടക്കുന്ന ആദ്യത്തെ അവരുടെ മെയിൻ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന ലോക്സഭ ഇലക്ഷൻ ആണ്. അതുകൊണ്ട് അവർക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഒന്നും, ഇപ്പൊ അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നടക്കാത്തത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ വോയിസസ് രേഖപ്പെടുത്താൻ വേറെ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവര് കമ്മിങ് ഔട്ട് ഇൻ ലാർജ് നമ്പേഴ്സ് എന്നാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് ഈ എഡിറ്റോറിയലിൽ ഹിന്ദു പറയുന്നത്. പക്ഷെ ആ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് എനിക്ക് യോജിപ്പില്ല. അത് ഹിന്ദു പറയുന്ന അഭിപ്രായങ്ങളെല്ലാം നമ്മൾ അപ്പാടെ വിഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഉള്ള കഴിഞ്ഞ ഇന്ത്യക്ക് ആർട്ടിക്കിൾ 370 അവിടെ ഇരിക്കുന്ന കാലഘട്ടത്തിലും ഒക്കെ
ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ ജമ്മു ആൻഡ് കാശ്മീരിലെ ജനങ്ങൾക്ക് അവരുടെ പ്രൊട്ടസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റിനോടുള്ള ഇന്ത്യൻ ഗവൺമെന്റിനുള്ള പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും അവരിങ്ങനെ വോട്ട് ചെയ്യാൻ വരുന്നില്ലായിരുന്നു. അപ്പോൾ അതിന് വേറൊരു കാര്യം നമ്മൾ ഇതിലൂടെ പറയേണ്ടത്, ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു ബാൻഡ് ഓർഗനൈസേഷനാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. ഈ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞേക്കുന്നത് അവർക്കുള്ള ബാനിങ് എടുത്ത് മാറ്റിയാൽ അവർ ഇനി തൊട്ട് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഒരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് അവർ പ്രവർത്തിക്കുമെന്ന് അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ഇപ്പോൾ സെർച്ച് ചെയ്ത ന്യൂസ് കിട്ടും കഴിഞ്ഞ ആഴ്ച. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി മുമ്പ് അവിടുത്തെ ആൾക്കാരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. അവർ വോട്ട് ചെയ്യാൻ അവരുടെ കേഡേഴ്സ് തന്നെ വോട്ട് ചെയ്യാൻ ഇറങ്ങി. അവിടുത്തെ ആൾക്കാരെ വോട്ട് ചെയ്യാൻ അവർ അനുവദിക്കുകയും ചെയ്തു. അതൊരു കാരണമാണ്. അപ്പം തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 370 എടുത്ത് പറ്റിയതിനു ശേഷം ജമ്മു ആൻഡ് കാശ്മീരിൽ കുറെ പോസിറ്റീവ് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ഹിന്ദുവിനൊക്കെ അഡ്മിറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് അവർ എപ്പോഴും അത് എന്തോ ഈ വോട്ടർ പെർസെന്റേജ് കൂടുന്നതെന്നും അതുകൊണ്ടുള്ള ഒരു ഇഫക്റ്റ് അല്ല എന്നേ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കും. പക്ഷേ അതിന്റെ ഇഫക്റ്റ് തന്നെയാണ്. കാരണം അതിനുശേഷം അവിടെ പോസിറ്റീവ് ഡെവലപ്മെന്റ്സേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ടെററിസം ഇപ്പോഴും ഉണ്ട്, ഷുവർലി ടെററിസം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ടെററിസം കുറവാണ് അവിടെ പീസ്ഫുൾ ആയിട്ട് ആ സ്റ്റേറ്റ് കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു യൂണിയൻ ടെറിട്ടറി കൂടുതൽ മാറിയതുകൊണ്ടല്ലേ അവിടുത്തെ സർവകാല അക്കൗണ്ടിലാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് അവിടെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ എക്കോണമി ബൂസ്റ്റപ്പ് ആവുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ജനങ്ങളുടെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് അവിടുത്തെ ആൾക്കാർ, പക്ഷെ ഇതിൽ ഇവർ പറയുന്നത് BJP ആണ് അവിടെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത്. അപ്പം ആ ഒരു പോളിസി അവിടുത്തെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടുത്തെ ഇലക്ഷനിലെ വോട്ടിംഗ് പെർസെന്റേജ് കൂടിയെന്നുണ്ടെങ്കിൽ BJP അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കേണ്ട, അവർ സ്ഥാനാർത്ഥികളെ പോലും നിർത്തിയില്ല എന്ന ഒരു ആർഗ്യുമെന്റാണ് ഹിന്ദുതി പറഞ്ഞത്. അതിന് യാതൊരു കാര്യമില്ല. ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ തെലുങ്കാന എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കോൺഗ്രസ് ആ ഫോം ചെയ്തത്. മൻമോഹൻ സിംഗ് ആണ് തെലുങ്കാന സ്റ്റേറ്റ് ഫോം ചെയ്തത്. തെലുങ്കാന സ്റ്റേറ്റ് ഫോം ചെയ്ത് 2014 ജൂൺ 2-ലാണ് തെലുങ്കാന സ്റ്റേറ്റ് ജൂൺ 2-ലാണ് എൻ്റെ ഓർമ്മ ഫോർമേഷൻ നടക്കുന്നത്, സ്റ്റേറ്റ് പുതുതായിട്ട് ഉണ്ടാകുന്നത്. അതിനുശേഷം നടന്ന 2 ഇലക്ഷനിലും കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അല്ലേ അവിടെ ജയിക്കേണ്ടത്? 2024 10 വർഷം അധികാരത്തിന് വെളിയിൽ നിന്നതിന് ശേഷം 24-ലാണ് ആദ്യമായിട്ട് തെലുങ്കാന ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ട് അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. അപ്പൊ ആ പറഞ്ഞത് ഒരിക്കലും ഒരു വാലിഡ് പോയിന്റ് അല്ല. ഇതൊക്കെ ചിന്തിക്കാറുണ്ടാത്ത ആൾക്കാരെ അടുത്ത് പറഞ്ഞ് ഇതൊക്കെ ചെലവാകും. എനിക്ക് ഇത് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റിയത് കാശ്മീരിന് നല്ലത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. കാശ്മീർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിന് അതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളത് വരെ. ആർട്ടിക്കിൾ 370 ഉണ്ടായിരുന്നതുകൊണ്ട് കാശ്മീരിന് ദോഷമേ ഉണ്ടായിട്ടുള്ളൂ. കാശ്മീർ എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ ജനങ്ങളാണ്. കാശ്മീരിലെ ജനങ്ങൾക്ക് ആ ദോഷം ഉണ്ടായിട്ടുള്ളത്. കാശ്മീരിലെ 2-3 ഫാമിലീസ് ഉണ്ട്. മെഹബൂബ മുഫ്തി എന്ന് പറഞ്ഞ PDP എന്ന് പറഞ്ഞ പാർട്ടിയുടെ ലീഡറിന്റെ ഫാമിലി. മെഹബൂബ മുഫ്തി അല്ല PDP ഉണ്ടാക്കിയത്. അവിടുത്തെ മെയിൻ പാർട്ടികളിലൊന്നാണ് PDP. അവരുടെ അച്ഛൻ മുഫ്തി മുഹമ്മദ് സെയ്ദ് ആയിരുന്നു അത് ആ പാർട്ടി ഉണ്ടാക്കിയത്. അയാള് പിന്നീട് ആ പൊളിറ്റിക്കൽ മാൻഡിൽ മകളിലേക്ക് പകർന്നു. മകൾ ഇനിയിപ്പോൾ അവരുടെ മക്കൾക്ക് കൊടുക്കും. അതുപോലെ അബ്ദുള്ള ഫാമിലി, കാശ്മീരിലെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഷെയ്ഖ് അബ്ദുള്ള നാഷണൽ കോൺഫറൻസ് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കിയത്. അയാളെ മകനായ ഫറൂഖ് അബ്ദുള്ള എപ്പോഴും ജീവിച്ചിട്ടുണ്ട്, അയാളിലേക്ക് കൈമാറുന്നു. ഫറൂഖ് അബ്ദുള്ള ചീഫ് മിനിസ്റ്റർഷിപ്പ് മകനായ ഒമർ അബ്ദുള്ളയിലേക്ക് കൈമാറുന്നു. ഒമർ അബ്ദുള്ള അവിടെ ചീഫ് മിനിസ്റ്റർ. അപ്പൊ 3 ഒരു ഫാമിലിയുടെ 3 ജനറേഷൻസ്, ഷെയ്ഖ് അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ള ആൻഡ് ഒമർ അബ്ദുള്ള. അങ്ങനെ കുറെ പൊളിറ്റിക്കൽ ഫാമിലീസ്, അവരാണ് ഈ ആർട്ടിക്കിൾ 370 സുഖ ശീതളിമയിൽ അവിടെ വിരാജിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ പാവപ്പെട്ട കാശ്മീരിക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല, കുറെ ടെററിസം ഉണ്ടായെന്നല്ലാതെ. അതാണ് സത്യം. ഇനി രണ്ടാമത്തത് എന്റെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. എന്റെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ജൂലിയൻ അസാഞ്ചിനെ കുറിച്ചുള്ളതാണ്. ജൂലിയൻ അസാഞ്ച് ആയിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യം ഒരുപക്ഷെ ഇല്ലായിരിക്കും, എന്നാലും പറയാം. ജൂലിയൻ അസാഞ്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴും പറഞ്ഞു തോന്നുന്നു, വിക്കി ലീക്സിന്റെ ഫൗണ്ടർ ആണ്. വിക്കി ലീക്സ് ഒരു 2010 തൊട്ട് വിക്കി ലീക്സ് എന്ന് പറഞ്ഞ സൈറ്റ് വഴി, ഒരു വെബ്സൈറ്റ് ആണ് വിക്കി ലീക്സ്. ആ വെബ്സൈറ്റ് വഴി വളരെ എന്താ പറയുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അമേരിക്കയുടെ മാത്രമല്ല പല രാജ്യങ്ങളുടെയും സീക്രട്സ്, ഡിപ്ലോമാറ്റിക് സീക്രട്സ്, നയതന്ത്രപരമായിട്ടുള്ള രഹസ്യങ്ങൾ അവർ വെളിപ്പെടുത്തി. അപ്പം അതിൽ ഏറ്റവും പരിക്ക് പറ്റിയത് അമേരിക്കയ്ക്കാണ്. അമേരിക്കയുടേതാണ് ലക്ഷക്കണക്കിന് വിവരങ്ങൾ അവർ വെളിപ്പെടുത്തിയത്. അപ്പൊ അതിൽ അമേരിക്ക നടത്തുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിനെ കുറിച്ചുള്ള വീഡിയോസ് വരെ ഉണ്ടായിരുന്നു. അതായത് ആ സമയത്ത് ഇറാഖില് അവര് സദാം ഹുസൈനെ പിടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് അവരൊരു വാർ നടത്തി. അതിൽ സിവിലിയൻസിന്റെ മുകളിലേക്ക് അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ബോംബുകൾ വർഷിക്കുന്നതിൽ സിവിലിയൻസ് കൊല്ലപ്പെടുന്നവരായിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. അതല്ലാതെ അമേരിക്കയുടെ പല ഡിപ്ലോമാറ്റിക് രഹസ്യങ്ങൾ. അപ്പം
അതിന്റെ പേരിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ജൂലിയൻ അസാഞ്ച് മാറുകയാണ്. അപ്പൊ ജൂലിയൻ അസാഞ്ചിനെ അന്ന് തൊട്ടേ പിടിച്ച് എസ്പിണേജ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് അമേരിക്കയുടെ. ആ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ജൂലിയൻ അസാഞ്ചിനെ പിടിക്കുക, എന്നിട്ട് അയാൾക്ക് കിട്ടുന്ന മാക്സിമം പണിഷ്മെന്റ് ഈവൻ ഡെത്ത് പെനാൽറ്റി വരെ ആകാം കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ ജൂലിയൻ അസാഞ്ച് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു ലാറ്റിൻ അമേരിക്കൻ ഒരു സൗത്ത് അമേരിക്കൻ കൺട്രിയുടെ എംബസിയിൽ ഇക്വഡോറിന്റെ എംബസിയിൽ അഭയം പ്രാപിച്ചു. ഇക്വഡോറിന്റെ എംബസിയിൽ, ബ്രിട്ടനല്ല ഇക്വഡോറിന്റെ എംബസിയിൽ അഭയം പ്രാപിച്ചു. ഒരു 6-7 വർഷം അവിടെ കഴിഞ്ഞു. എംബസി കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഇന്റർനാഷണൽ റൂള്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ബ്രിട്ടൻ എംബസിയിൽ നിന്ന് പിന്നെ അയാൾക്ക് മാറേണ്ടി വന്നു. അവസാനം ബ്രിട്ടനിലെ ബെൽമാർഷ് എന്ന പ്രിസണിലാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കഴിയുന്നത്. അപ്പൊ ഇയാളാ എക്സ്ട്രഡിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവാളികളെ കൈമാറ്റം ചെയ്ത പ്രോസസ്സിനാണ് എക്സ്ട്രഡിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇയാളെ എക്സ്ട്രഡിറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അമേരിക്ക UK കോടതിയിൽ കേസ് നടത്തുകയും UK കോടതി എക്സ്ട്രഡിഷൻ അനുവദിക്കുകയും ചെയ്തു അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് യുഎസിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് അമെന്റ്മെന്റ്, അമേരിക്കൻ ഭരണഘടനയുടെ ഫസ്റ്റ് അമെന്റ്മെന്റ് പ്രകാരം ഒരാളിന് വധശിക്ഷ കൊടുക്കാൻ പാടില്ല. അപ്പം അയാൾക്ക് വധശിക്ഷ കൊടുക്കാൻ പാടില്ല, ഒരു ഫെയർ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ അമേരിക്ക അങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കുകയാണെങ്കിൽ UK എക്സ്ട്രഡിറ്റ് ചെയ്യാം, കൈമാറ്റം ചെയ്യാമെന്ന് UK കോടതി വിധിക്കുകയാണ്. അതിനെതിരെ പക്ഷെ ഇപ്പം ഒരു പോസിറ്റീവ് ഡെവലപ്പ്. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഫസ്റ്റ് അമെന്റ്മെന്റ് എന്ന് പറയുന്നത് US സിറ്റിസൺസിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഫസ്റ്റ് അമെന്റ്മെന്റ് വഴി ഈ വധശിക്ഷ ഒഴിവാക്കുന്നത് ഒരു ഫോറിൻ നാഷണലിന് കിട്ടത്തില്ല എന്നാണ് പിന്നെ US വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ US ഓൾറെഡി ബ്രിട്ടന്റെ കോടതിക്ക് പ്രോമിസ് കൊടുത്ത് ഞങ്ങൾ വധശിക്ഷയൊന്നും കൊടുക്കത്തില്ല, പക്ഷേ ഈ ഫസ്റ്റ് അമെന്റ്മെന്റ് എന്ന് പറയുന്ന US കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെന്റ്മെന്റ് വഴി കിട്ടുന്ന ആനുകൂല്യങ്ങൾ പക്ഷേ അയാൾ അതിന് അർഹനല്ല. അത് US സിറ്റിസൺസിന് മാത്രമേ അർഹം. ഇയാൾ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ്, പിന്നീട് അവൈലബിൾ ആയിട്ടുള്ളതാണ് പിന്നീട് US പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പിന്നെ UK കോർട്ടിന് ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രോമിസ് കൊടുത്തിട്ടുള്ള വധശിക്ഷ കൊടുക്കൂലായിരിക്കും. പക്ഷെ എന്തായാലും ഇപ്പൊ അസാഞ്ചിനൊരു ചെറിയ സക്സസ് ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ UKയുടെ കോർട്ട് ഈ എക്സ്ട്രഡിഷൻ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ അമേരിക്ക കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള ആ ഒരു ഇത് വെച്ച് ഈ അസാഞ്ചിനെ അങ്ങോട്ടേക്ക് കൈമാറ്റം ചെയ്യാൻ അനുവദിച്ചെങ്കിലും അതിനെതിരെ അപ്പീൽ പോകാൻ ഇപ്പോ ജൂലിയൻ അസാഞ്ചിനെ അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അമേരിക്ക പറയുന്നത് ഞങ്ങൾക്ക് വിട്ടുകിട്ടിയേ പറ്റുള്ളൂ. ഇതുമൂലം ഒരുപാട് ആൾക്കാർ, ഇയാൾ വെളിപ്പെടുത്തിയ രഹസ്യങ്ങളുടെ പേരിൽ ഒരുപാട് ആൾക്കാരുടെ ജീവന് വരെ ഭീഷണിയാവുന്ന ഘട്ടം വന്നു. സ്വാഭാവികമായിട്ടും പലരുടെയും നോട്ടപ്പുള്ളിയാവുമല്ലോ ഇതുപോലുള്ള രഹസ്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇയാളെ കിട്ടിയേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഹിന്ദുവിധി പറയുന്നത് ഓൾറെഡി ഒരുപാട് വർഷങ്ങളായിട്ട് എക്സൈലിലും അതുപോലെ ജയിലിലും ഒക്കെ ജീവിക്കുകയാണ് അസാഞ്ച് ഒരു നല്ല കാര്യവും ചെയ്തു. കാര്യം ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് അമേരിക്ക നടത്തുന്ന പലതും ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നത് അസാഞ്ചാണ്. അതുകൊണ്ട് അസാഞ്ചിനെ ഫ്രീ ചെയ്യണം എന്നാണ് അവർ എഡിറ്റോറിയൽ എഴുതിയേക്കുന്നത്. ഓക്കെ, പിന്നീട് ഇവിടെ 1-2 ആർട്ടിക്കിൾസ് ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് എ പാസിംഗ് ക്ലൗഡ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞതൊക്കെ. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. വേറൊന്നുമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളായ BJPയോ കോൺഗ്രസോ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ക്ലൈമറ്റ് ചേഞ്ച് വളരെ നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ്സിനെ ബാധിക്കുന്ന രീതിയിൽ നമ്മളുടെ ജീവിതം തന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഷുഡ് ബി എ പൊളിറ്റിക്കൽ അജണ്ട ഓഫ് ഈച്ച് ആൻഡ് എവറി പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ, ആൻഡ് എമംഗ് ദം ദ ബിഗ്ഗസ്റ്റ് നാഷണൽ പാർട്ടീസ് ഇൻ ഇന്ത്യ ആർ BJP and Congress. So they should include these climate related priorities in their political manifestos, but that was not there in this election manifestos of these two parties. അതാണ് ഇവരുടെ ഈ ആർട്ടിക്കിളിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്. അതിനപ്പുറം ഒന്നും പറയാനില്ല, വേണമെങ്കിൽ വായിച്ചു നോക്കുക. താഴോട്ട് വരുമ്പം ഇത് മദർഹുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അതിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ പറയാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആശയെ കുറിച്ച് നീ പറയുന്നുണ്ട്. ആശ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അത് ആശ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ആശാ പ്രവർത്തകർ എന്ന് പറയത്തില്ല, നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ വരുന്ന ആശാപ്രവർത്തകരല്ലേ. ഈ ആശയ്ക്ക് ഒരു എക്സ്പാൻഷൻ ഉണ്ട്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അവരെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ അംഗൻവാടീസിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അംഗൻവാടീസ് മദർഹുഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അംഗൻവാടി വഴി നടക്കുന്നുണ്ട്. ഇപ്പം പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അങ്ങനെ എന്തോ ഒരു സ്കീമുണ്ട്. അതുവഴി ഈ അമ്മമാരായിട്ടുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഈ അംഗൻവാടി വഴിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അംഗൻവാടീസിന്. അംഗൻവാടി അല്ല കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമുള്ള സ്ഥലങ്ങളല്ല. പിന്നെ അതിൽ NFHSന്
കുറിച്ച് പറയുന്നുണ്ട്. NFHS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയിക്കണം, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. NFHS നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്നുണ്ട്. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് വായിച്ചാലും കുഴപ്പമില്ല. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇത് ഒരു ആർട്ടിക്കിളാണ്, വേണമെങ്കിൽ വായിക്കാം. ദ റിസ്ക് ഓഫ് റഷ്യാസ് ന്യൂക്ലിയർ പോസ്റ്ററിംഗ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. അത് വേറെ ഒന്നുമല്ല, റഷ്യ യുക്രൈൻ വാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ ഇടയ്ക്ക് ഒരു ത്രട്ടൻ ചെയ്തു. ഒരു കാര്യം പറഞ്ഞു, അമേരിക്ക അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് യുക്രൈനെ സഹായിക്കുന്നതൊക്കെ കൊള്ളാം, യുക്രൈനെ സഹായിക്കുന്നവരാണല്ലോ, അവർക്ക് ആയുധങ്ങളും എല്ലാം കൊടുത്തത്, അല്ലെങ്കിൽ യുക്രൈൻ എന്നേ പരാജയപ്പെട്ടനായിരുന്നു. അവരുടെ സഹായം കുറഞ്ഞപ്പോൾ ഇപ്പോൾ റഷ്യ അവിടെ വലിയ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബാറ്റിൽ ഫീൽഡിൽ. അപ്പം സഹായിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ സഹായിച്ച് നിങ്ങളുടെ ഫോഴ്സസ് ഡയറക്ട്ലി അവിടെ ഇൻവോൾവ് ചെയ്താൽ ഞങ്ങൾ ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിക്കും എന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ആംസ് ഉള്ളത് റഷ്യക്കാണ്. അത് കഴിഞ്ഞ് അമേരിക്കയ്ക്ക് പോലും ഉള്ളൂ. ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ആംസ് ഉള്ളത് റഷ്യയുടെ കയ്യിലാണെന്നാണ് പൊതുവെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ലോകത്ത്. അപ്പം ഇങ്ങനെ പറയാനൊരു കാരണം വേറൊന്നുമല്ല, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഈ ഇടയ്ക്ക് പറഞ്ഞു അവരുടെ പട്ടാളത്തിനെ ഡയറക്ട്ലി ഇറക്കിയിട്ട് വേണമെങ്കിലും യുക്രൈനിൽ വാറിൽ യുക്രൈൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നീട് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ, അതുപോലെ UK പറഞ്ഞു UK ലോങ് റേഞ്ച് മിസൈൽസ് റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ ഞങ്ങൾ യുക്രൈൻ അനുവദിക്കുന്നു. ഇത് രണ്ടും റഷ്യക്ക് വളരെ പ്രശ്നമാണ്. അപ്പൊ റഷ്യ പറഞ്ഞു അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ന്യൂക്ലിയർ ആയുധങ്ങൾ കൊണ്ടായിരിക്കും ഞങ്ങൾ പ്രതിരോധിക്കുന്നതെന്ന്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ഈ കിടക്കുന്നത്. അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ 5th ടേം റഷ്യയിൽ ആരംഭിച്ചതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എഡിറ്റോറിയൽ ഡിസ്കസ്. ഇപ്പൊ റഷ്യയിൽ വർഷങ്ങളായിട്ട് പ്രസിഡന്റ് പുടിനാണ്. ഇപ്പൊ അവിടെ ഇലക്ഷൻ കഴിഞ്ഞു, 5th ടേം ആണ് റഷ്യൻ പ്രസിഡന്റിന്റെ. പിന്നെ ദ ചേഞ്ചിങ് റൂൾസ് ഓൺ ഒനിയൻ എക്സ്പോർട്ട് കുഡ് ഇമ്പാക്ട് ഇലക്ഷൻ റിസൾട്ട്സ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, 2023 ഡിസംബർ, അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ തൊട്ട് ഇന്ത്യയിൽ ഒനിയൻ എക്സ്പോർട്ട് ബാൻഡ് ആയിരുന്നു. നമുക്കറിയാം ഉള്ളി എന്ന് പറയുന്നത് വളരെ ഹോട്ടായിട്ടുള്ള വിഷയമാണ്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ. അതിന്റെ പ്രൈസ് ഒക്കെ കൂടിയാൽ ഇലക്ഷന്റെ റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അത് മുൻകൂട്ടി മനസ്സിലാക്കി ഇന്ത്യ ഭരിച്ച BJP ഗവൺമെന്റ് 2023 ഡിസംബറിൽ ഉള്ളിയുടെ എക്സ്പോർട്ട് ബാൻ ചെയ്തു. പക്ഷേ എക്സ്പോർട്ട് ബാൻ ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ സ്വാഭാവികമായിട്ടും ഡിസ്ഗ്രണ്ടിൽഡ് ആവും, കാരണം അവർക്ക് അങ്ങനെ കാശ് കിട്ടുന്നതല്ലേ. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് ഈ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് ഉള്ളി കർഷകർ ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പം അവിടെ ഇലക്ഷനിലെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് 24 ഏപ്രിലിലും 1-2 തവണയായിട്ട് ഈ ബാനിങ് ഒക്കെ കുറച്ചെടുത്ത് മാറ്റി. അപ്പൊ അത് ഇലക്ഷന്റെ ഔട്ട്കമ്മിനെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ ഉള്ളൊരു ആർട്ടിക്കിളാണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വായിച്ചു നോക്കിയതാണ്, ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ പേജ് നമുക്ക് ആവശ്യമില്ല. അതിന്റെ അടുത്ത പേജിലേക്ക് പോവാം. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ജോയിന്റ് കൾച്ചർ ഇൻ ദ ആംഡ് ഫോഴ്സസ് ഇസ് എ വേ ഫോർവേഡ്, CDS എന്ന് പറഞ്ഞൊരു ന്യൂസ് കാണാം. അത് നമ്മളുടെ മിലിറ്ററിയും എയർഫോഴ്സും ആർമിയായിട്ടൊക്കെ നേവി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. അപ്പൊ ഞാനത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. CDS എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, CDF അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പുതുതായിട്ട് വന്നൊരു പൊസിഷനാണ്. ഇന്ത്യൻ ആർമിക്ക് ജനറൽ ജനറൽ ഇപ്പോൾ മനോജ് പാണ്ഡെയാണ്, ഇപ്പോഴത്തെ ജനറൽ മനോജ് പാണ്ഡെയാണ്. ഇന്ത്യയുടെ ആർമിയുടെ ചീഫ് ജനറൽ മനോജ് പാണ്ഡെ. അതുപോലെ നേവിയുടെ ചീഫിന് നമ്മൾ അഡ്മിറൽ ആണ് പറയുന്നത്. ഇപ്പോഴത്തെ നേവൽ ചീഫ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ദിനേശ് കുമാർ ത്രിപാഠി. പിന്നെ എയർഫോഴ്സിന് ഒരു ചീഫുണ്ട്, എയർ ചീഫ് മാർഷൽ. ഇപ്പോഴത്തെ എയർ ചീഫ് മാർഷലിന്റെ പേര് ഞാൻ മറന്നുപോയി, നിങ്ങൾ നോക്കിക്കൊണ്ടാൽ. അപ്പൊ ഇത് 3 മുമ്പുണ്ടായിരുന്നു. ഇങ്ങനെ 3 പൊസിഷൻസേ ഉള്ളായിരുന്നു. പക്ഷേ ഈ 3 പൊസിഷൻസിനെയും കൂടെ ഏകോപിപ്പിക്കാൻ കൊണ്ടുവന്ന പൊസിഷനാണ് CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇപ്പോഴത്തെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കുക, അനിൽ ചൗഹാനാണ്. ഇദ്ദേഹമാണ് അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ ആദ്യത്തെ CDS ബിപിൻ റാവത്ത് ആയിരുന്നു. അദ്ദേഹം ഇപ്പോഴത്തെ ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി മരിച്ചതുപോലെ ഒരു ഹെലികോപ്റ്റർ ക്രാഷിൽ മരിച്ചു. അതിനുശേഷമാണ് അനിൽ ചൗഹാൻ വരുന്നത്. പിന്നെ ഇവിടെ വേറെ ന്യൂസ് ആണ്, ഡിലേഡ് ഡെഡ് ലൈൻസ് എസ്കലേറ്റിംഗ് കോസ്റ്റ് വിൽ മേക്ക് ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ട് എ കോസ്റ്റ്ലി ലയബിലിറ്റി. കോൺഗ്രസ് എന്ന് പറഞ്ഞ ന്യൂസ്. ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് 2027-28 കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് എവിടെ കണക്ട് ചെയ്തുകൊണ്ടാണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് വിൽ ബി ബിറ്റ്വീൻ മുംബൈ ആൻഡ് അഹമ്മദാബാദ്. ദ പ്രൊജക്ട് വിൽ ബി ഇംപ്ലിമെന്റഡ് ബൈ ജപ്പാൻ ആണ് അതിനെ ഫിനാൻസ് എടുത്ത് സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം. അവരുടെ ടെക്നോളജിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ ഈ
ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ത്യൻ റെയിൽവേ ഒരു പുതിയ കമ്പനി ഉണ്ടാക്കി. അതിന്റെ പേരാണ് നാഷണൽ ഹൈ സ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ. നാഷണൽ ഹൈ സ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ അറിഞ്ഞിരിക്കുക. ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ ഉണ്ടാക്കിയ പുതിയ കമ്പനിയാണ്. പിന്നെ ED സെർച്ചസ് ഫോർമർ DPIIT ഒഫീഷ്യൽസ് പെർമിസസ്. DPIIT എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റേണൽ ട്രേഡ്, DPIIT. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കൊമേഴ്സ് മിനിസ്ട്രിയുടെ അണ്ടറിൽ അത് പ്രവർത്തിക്കുന്നത്. കൊമേഴ്സ് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ്. ഇവരാണ് മിക്കവാറും ഒക്കെ ഇന്ത്യയിലും ഒക്കെ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ഒക്കെ വരത്തില്ലേ, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ. അപ്പോഴൊക്കെ അതിന്റെ ക്ലിയറൻസ് ഒക്കെ മെയിനായിട്ട് ചെയ്യുന്നവരാണ് DPIIT, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റേണൽ ട്രേഡ്. പിന്നെ വേറൊന്നും ഈ പേജിലില്ല. അതിനടുത്ത പേജ് ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അവിടെയും ഒന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജില് ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ 370 ജമ്മു ആൻഡ് കാശ്മീർ ഇത് എടുത്ത് കളഞ്ഞു. അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കുറെ കേസസ് ഉണ്ടായിരുന്നു. സുപ്രീം കോടതി പക്ഷേ അതിനെ വാലിഡേറ്റ് ചെയ്തു. അതായത് ആർട്ടിക്കിൾ 370 ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് എടുത്ത് മാറ്റിയത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെന്റ് അത് പ്യൂർലി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് അതിൽ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഒരു വിധി വന്നിരുന്നു കഴിഞ്ഞ വർഷം അല്ല, ഈ വർഷം ബിഗിനിങ്ങിലാണെന്ന് എന്റെ ഓർമ്മ. എന്തായാലും ഒരു 5-6 മാസത്തിനകത്ത് വെച്ച് ആ വിധി വന്ന ആ വിധിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സുപ്രീം കോടതിയുടെ വിധിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതിന് സുപ്രീം കോടതിയിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സുപ്രീം കോടതിയുടെ മുകളിൽ വേറൊരു കോടതിയില്ലല്ലോ. അപ്പൊ സുപ്രീം കോടതിയുടെ വിധിയെ സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനാണ് റിവ്യൂ പെറ്റീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു അവിടുത്തെ ആൾക്കാർ. ആ റിവ്യൂ പെറ്റീഷനും ഇന്നലെ സുപ്രീം കോടതി തള്ളി. അപ്പൊ ഇനിയിപ്പം ഒന്നുമില്ല. ആർട്ടിക്കിൾ 370 കോടതിയിലെല്ലാം കഴിഞ്ഞു. അതുപോലെ നമ്മളിവിടെ കാണേണ്ട മറ്റൊരു ന്യൂസ്, വൈസ് പ്രസിഡന്റ് ടു റെപ്രസെന്റ് ഇന്ത്യ അറ്റ് റെയ്സിസ് ഫ്യൂണറൽ ഇൻ ഇറാൻ. അതായത് ഇബ്രാഹിം റൈസിയുടെ ഫ്യൂണറലാണെന്ന് ഇറാനില്. അതിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുക്കുന്നത് ജഗദീപ് ധൻഖർ ആണ്, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അറിഞ്ഞിരിക്കുക. പിന്നെ വേറെ ന്യൂസ് ഒക്കെ പൊളിറ്റിക്കൽ ആണ്, വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഈ ന്യൂസ് നിങ്ങൾ തൽക്കാലം എഴുതിയെടുക്കണ്ട. GDP growth is to 6.7% in Q4. ICRA എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അതൊരു പ്രൈവറ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ഇന്ത്യയുടെ. അവർ പറഞ്ഞേക്കുന്നു GDP കഴിഞ്ഞ വർഷത്തെ കാര്യം പറഞ്ഞേക്കുന്നത് ക്വാർട്ടർ 4 ഓഫ് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, അതായത് കഴിഞ്ഞ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയറിന്റെ Q4 കഴിയും. 6.7% ഗ്രോ ചെയ്ത് കാണും. അതുകൊണ്ട് ഇന്ത്യയുടെ ടോട്ടൽ ഗ്രോത്ത് 7.8% ആയിരിക്കും കഴിഞ്ഞ വർഷത്തിൽ നിന്ന്. ഇത് ബെറ്റർ ദാൻ എക്സ്പെക്ടഡ് ഗ്രോത്ത് ആണ്. എല്ലാവരും 7% ഒക്കെയാണ് ആദ്യം പ്രഡിക്ട് ചെയ്തിരുന്നത്. 7.8% ഗ്രോ ചെയ്ത് കാണുമുള്ള ICRAയുടെ കണക്കുകൂട്ടല. ഇത് എഴുതണ്ടെന്ന് ഞാൻ പറയാൻ കാര്യം, ഇതിന്റെ യഥാർത്ഥ ഇത് സത്യമാണെന്ന് പറയുന്നത് NSO ആണ്. അവരാണ് ഇന്ത്യയുടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അവര് May 31 അത് റിലീസ് ചെയ്യുള്ളൂ. May 31 മീൻസ് ടുഡേ May 22. ആഫ്റ്റർ 9 days on May 31 they will publish the real GDP data of India. NSO, National Statistical Office. They are calculating the GDP, Gross Domestic Product of India. NSO എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ GDP അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ May 31 ഇത് നമുക്ക് അറിയാൻ പറ്റും. ഇതൊരു പ്രഡിക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുന്ന ഒരു കറക്റ്റ് ഫിഗർ ആയിരിക്കണമെന്നില്ല. NSO പറയട്ടെ, എന്നിട്ട് നമുക്ക് എഴുതാം. ഓക്കെ. പിന്നെ GVA എന്താണെന്ന് അറിഞ്ഞിരിക്കുക. GDP, Gross Domestic Product. GVA, Gross Value Added. GDP is Gross Domestic Product. GVA, Gross Value Added. പിന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, OMC എന്ന് പറയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ്. നമുക്ക് പെട്രോൾ പമ്പുകൾ വഴി നമ്മളിലേക്ക് എത്തിക്കുന്ന കമ്പനികളാണ് OMCs എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പെട്രോൾ പമ്പുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പ് കാണാൻ നിങ്ങൾക്ക്, അതാണ് ഇന്ത്യൻ ഓയിൽ എഴുതിയ പമ്പ്. BPCL, BP പമ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. HP പമ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. റിലയൻസിന്റെ പമ്പുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം OMCs ആണ്, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്. പിന്നെ സെബി അറിയാലോ, ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്റർ. സെബി, സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് കമോഡിറ്റി മാർക്കറ്റ്, ഇത് രണ്ടിന്റെ റെഗുലേറ്റർ ആണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. മുംബൈ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് സെബിയുടെ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ. അപ്പം മുംബൈ ഹെഡ് ക്വാർട്ടേഡ് ആയിട്ടുള്ള സെബി ആണ് ഇന്ത്യയുടെ കമോഡിറ്റി ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ്, ഇത് രണ്ടിന്റെയും റെഗുലേറ്റർ. മാധബി പുരി ബുച്ച് എന്ന് പറയുന്ന ലേഡിയാണ് ഇന്ത്യയുടെ സെബിയുടെ ആദ്യത്തെ വുമൻ ചീഫ്. അവരാണ് ഇപ്പോഴത്തെ ചീഫ്. മാധബി പുരി ബുച്ച്. അപ്പൊ ഇതൊക്കെയാണ് ഈ പേജിലെ ന്യൂസ്.
അത് കഴിയുമ്പോൾ നമ്മൾ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ വേൾഡ് പേജിൽ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ദിസ് പേജ് ഈസ് ഫോർ ഇബ്രാഹിം റൈസി. സോ ഇബ്രാഹിം റൈസി ഇന്ന് അദ്ദേഹത്തിന്റെ ഖബറടക്കമാണ്. അതിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുക്കുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധങ്കർ ആണ്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഇബ്രാഹിം റൈസി. ബിക്കോസ് ഇറാൻ ഈസ് എ ലോങ് ടൈം ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ആൻഡ് ഈ റീസെന്റ് ചബഹാർ പോർട്ടൊക്കെ നമ്മളിപ്പോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തതിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തതാണ്. അതെല്ലാം ഇദ്ദേഹത്തിന്റെ അണ്ടറിലാണ് നടന്നത്. സോ ഹി വാസ് എ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അതിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഓക്കെ. പിന്നെ അസോസിയേറ്റഡ് പ്രസിന്റെ എന്തോ ഓഫീസൊക്കെ ഇസ്രായേൽ ഷട്ട് ഡൗൺ ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3-4 ന്യൂസ് ഏജൻസീസ് ഉണ്ട് വേൾഡിലെ. AP, AFP, റോയിട്ടേഴ്സ്. ഇത് 3 ലോകത്തിലെ പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസീസ്. ഈ ന്യൂസ് എല്ലാം പോയി കളക്ട് ചെയ്യാൻ ഹിന്ദുവിന് പറ്റുമോ? ടൈംസ് ഓഫ് ഇന്ത്യക്ക് പറ്റുമോ? ഇവിടുത്തെ മനോരമയ്ക്കും മാതൃഭൂമിക്കും പറ്റുമോ? സോ വേൾഡ് മുഴുവനുള്ള ന്യൂസുകൾ കളക്ട് ചെയ്യുന്ന ഇതുപോലുള്ള ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസീസ് ഉണ്ട്. അവർക്ക് കാശ് കൊടുത്ത് അവരെ ഇവരൊക്കെ ന്യൂസ് മേടിക്കുന്ന. ഈ ഫോട്ടോ താഴെ AFP എന്ന് എഴുതിയേക്കുന്നാണ്ട. ഈ ഫോട്ടോ താഴെ AFP. അപ്പൊ AFPയുടെ കയ്യിൽ നിന്നാണ് ഹിന്ദു ഈ ന്യൂസ് മേടിച്ചിരിക്കുന്നത്. AFPയുടെ കയ്യിൽ നിന്ന് കണ്ടോ? ഇവിടെ കണ്ട AP എന്ന് എഴുതിയേക്കുന്നുണ്ട് ഈ ഫോട്ടോയുടെ താഴെ. അപ്പൊ ഈ ഫോട്ടോ ഹിന്ദു വാങ്ങിയിരിക്കുന്നത് APയുടെ കയ്യിൽ നിന്നാണ്. ഇവിടെ വീണ്ടും AFP. ചില ന്യൂസുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ റോയിട്ടേഴ്സ് എന്നൊക്കെ എഴുതിയേക്കും. ഇവിടെ കണ്ട ഇവിടെ റോയിട്ടേഴ്സ് എന്ന് എഴുതിയേക്കുന്നുണ്ട്. ഈ ന്യൂസില് ഇവിടെ റോയിട്ടേഴ്സ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഇതൊക്കെ ലോകത്തിലെ പ്രധാനപ്പെട്ട ന്യൂസ്. ഇവരൊക്കെ കളക്ട് ചെയ്ത ക്യാഷ് കൊടുത്തിട്ട്. അതുകൊണ്ടാണ് അവിടെ താഴെ AP എന്ന് AFP എന്ന് റോയിട്ടേഴ്സ് എന്നൊക്കെ എഴുതിയേക്കുന്നത്. അപ്പൊ അറിഞ്ഞിരിക്കുക, AP അസോസിയേറ്റഡ് പ്രസ് ആണ്. ഇത് അമേരിക്കയുടേതാണ്, USA ആണ്. AFP ഏജൻസി ഫ്രാൻസ് പ്രസ് എന്നാ പേര്. അപ്പൊ ആരുടെയാണ്? ഫ്രാൻസിന്റെ ആണ്. ഏജൻസി ഫ്രാൻസ് പ്രസ്. റോയിട്ടേഴ്സ് ബ്രിട്ടീഷ് ആണ്. ഇത് 3 ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസീസ്. പിന്നെ താഴോട്ട് വരുമ്പം സിംഗപ്പൂർ എയർലൈൻസ് ഇന്നലെ ക്രാഷ് ആവേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. ഒരാൾ പക്ഷെ മരിച്ചു എയർ ടർബുലൻസിൽ. പിന്നെ അടുത്ത പേജിലേക്ക് പോകും, സ്പോർട്സ് പേജ്. സ്പോർട്സ് പേജിൽ IPLന്റെ ഫൈനലിൽ ഒരു ടീം കയറിയതിനെ കുറിച്ചാണ്. IPLന്റെ ഫൈനലിൽ കയറിയ ടീം എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഇനി രണ്ടാമത്തെ ടീം ആരാണെന്ന് അറിയാം. അപ്പൊ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് IPL. പിന്നെ അവിടെ മറ്റ് ന്യൂസുകളൊന്നും ഇല്ല. വേറെ എല്ലാം IPL-ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ തന്നെയാണ്. പിന്നെ പാരാലിമ്പിക്സ് എന്ന് പറയുന്നത് എന്താണ്? പാരാലിമ്പിക്സ് ഈ ഒളിമ്പിക്സിന്റെ സൈഡ് ലൈനിൽ നടക്കുന്ന ഒരു ഒളിമ്പിക്സ് ആണ് പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫിസിക്കലി ചലഞ്ചറായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് ഇവന്റ്സിനാണ് പാരാലിമ്പിക്സ്. പാരാ ഏഷ്യൻ ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പൊ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് സ്ഥിരം മെഡൽ കിട്ടാറുണ്ട്. അതിൽ വലിയൊരു ശക്തിയാണ് ഇന്ത്യ. അതില് ഇപ്പോ ജപ്പാനിലെ കോബെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇപ്പൊ പാരാ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ അതിൽ ഇന്ത്യയുടെ സുമിത് ആന്റിൽ ഹൈ ജമ്പിൽ മെഡൽ നേടിയതിന്റെ കാര്യമൊക്കെ ഇത് പറയുന്നുണ്ട്. തങ്കവേലു, മാരിയപ്പൻ ഇവരെല്ലാരും മെഡൽ നേടുന്ന ഇന്ത്യക്കാരായിട്ടുള്ള പാരാഒളിമ്പിയൻസ് ആണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പം ബാക്കി കാര്യങ്ങളൊന്നും ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ആവശ്യമില്ല. അപ്പൊ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നോട്ട്സ് എല്ലാവരും എഴുതിയെടുക്കാം. താങ്ക് യു.